ദൈവത്തിൻ്റെ കൂടാരത്തിൽ ഒരു ഗസ്റ്റ് ആകാൻ, അതിഥിയാകാൻ നിങ്ങൾ റെഡിയാണോ? അങ്ങനെയാണെങ്കിൽ എങ്ങനെയുള്ളവരാണ് അതിഥിയാകുന്നത്? എങ്ങനെയുള്ളവർക്കാണ് ദൈവത്തിൻ്റെ കൂടെ വസിക്കുവാൻ പറ്റുന്നത്? അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ഭാഗം നമുക്ക് വായിക്കാം. നമ്മളെപ്പോഴും വായിച്ചിട്ടുള്ള ഭാഗമായിരിക്കാം 15-ാം സങ്കീർത്തനം. യഹോവേ, അങ്ങയുടെ കൂടാരത്തിൽ ആര് പാർക്കും? അങ്ങയുടെ വിശുദ്ധ പർവ്വതത്തിൽ ആര് വസിക്കും? ദാവീദ് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ആർക്ക് ദൈവത്തിൻ്റെ പർവ്വതത്തിലും ആ വിശുദ്ധ സന്നിധിയിലും ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നിൽക്കുവാൻ കഴിയും? ദൈവത്തിൻ്റെ കൂടാരത്തിൽ ഒരു ഗസ്റ്റായിട്ട് അല്ലെങ്കിൽ പാർക്കണമെങ്കിൽ അവൻ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ എന്താണെന്ന് ദാവീദ് പറഞ്ഞിരിക്കുന്നു. നമ്പർ 1, നിഷ്കളങ്കനായി നടക്കുന്നവൻ, അതായത് ബ്ലെയിംലെസ് വാക്ക്. പലരുടെയും സ്വകാര്യ ജീവിതവും പരസ്യ ജീവിതവും രണ്ടാണ്. വേദപുസ്തകം പറയുന്നു, രണ്ടിലും നിഷ്കളങ്കത്വം ഉണ്ടായിരിക്കണം. നിഷ്കളങ്കനായി നടക്കുന്നവന് മാത്രമേ ദൈവത്തിൻ്റെ കൂടെ വസിക്കുവാൻ പറ്റുകയുള്ളൂ. രണ്ടാമതായി, നീതി പ്രവർത്തിക്കുന്നവൻ, റൈച്ചിയസ്, ദൈവത്തിൻ്റെ നീതി, ദൈവം പറഞ്ഞിരിക്കുന്ന നീതി പ്രവർത്തിക്കുന്നവൻ. മൂന്നാമതായി, ഹൃദയത്തിൽ നിന്ന് സത്യം സംസാരിക്കുന്നവൻ, സ്പീക്സ് ട്രൂത്ത് ഫ്രം ദെയർ ഹാർട്ട്. ഹൃദയത്തിൽ നിന്നും പുറമേ പറയുന്നവനായിട്ടല്ല, ഉള്ളിൽ എന്താണോ ഉള്ളത് ആ സത്യം, ഉള്ളിൽ അസത്യം വെച്ചിട്ട് പുറമേ സത്യം സംസാരിക്കുന്നവനല്ല, ഉള്ളിലുള്ള സത്യം മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുമോ ഇല്ലയോ എങ്കിലും ആ സത്യം സംസാരിക്കുന്നവൻ. നാലാമതായി, നാവുകൊണ്ട് പരദൂഷണം പറയാത്തവൻ, അത് മറ്റുള്ളവരെ കുറിച്ച് ഇല്ലാത്ത കാര്യമൊന്നും വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കത്തില്ല. അഞ്ചാമതായി, അയൽക്കാരനോട് ദോഷം ചെയ്യാത്തവൻ, അതായത് ആരോടും ഒരു തിന്മയും ചെയ്യാത്തൊരു മനുഷ്യൻ. ആറാമതായി, മറ്റുള്ളവരെക്കുറിച്ച് ഏഷണി പറയാത്തവൻ, അല്ലെങ്കിൽ അവർക്ക് അപമാനം വരുത്തുന്ന, അവരുടെ അഭിമാനം കെടുത്തുന്ന രീതിയിൽ സംസാരിക്കാത്തവൻ. ഏഴാമതായി, വഷളനെ നിന്ദ്യനായി എണ്ണുന്നവൻ, അതായത് സകല വൃത്തികേടുകളും കാണിക്കുന്ന, ദുർനടപ്പുകൾ കാണിക്കുന്നവനെ നിന്ദ്യനായിട്ട് എണ്ണുന്നവൻ, അവനുമായിട്ട് പങ്കാളിത്തം വയ്ക്കാത്തവൻ. എട്ടാമതായി, യഹോവ ഭക്തനെ, നീതിയുള്ളവനെ ബഹുമാനിക്കുന്നവൻ. ഒൻപതാമതായി, എത്ര വേദന വന്നിരുന്നാലും സത്യം പാലിക്കുന്നവൻ, അതായത് എന്തെല്ലാം എതിർപ്പുകൾ വന്നിരുന്നാലും മനസ്സ് മാറാതെ എടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നവൻ. പത്താമതായി, ദരിദ്രന്മാർക്കൊരാവശ്യം വരുമ്പോൾ പലിശ കൂടാതെ അവർക്ക് ധനമോ എന്തായിരുന്നാലും നൽകി സഹായിക്കുന്നവൻ. 11, അവസാനമായി, നിരപരാധിയായ ഒരു മനുഷ്യനെ കുറ്റക്കാരനാക്കാൻ വേണ്ടി കൈക്കൂലി വാങ്ങാത്തവൻ. ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലേക്ക് നമ്മൾ വരണമെങ്കിൽ, ദൈവത്തിൻ്റെ കൂടെ താമസിക്കണമെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ 11 ക്വാളിറ്റീസ് നമുക്കുണ്ടായിരിക്കണം. ദൈവമക്കൾ എല്ലാ ദിവസവും ചിന്തിക്കണം, ഇന്ന് എൻ്റെ ജീവിതത്തിൽ ഈ 11 ക്വാളിറ്റീസിൽ എന്തെല്ലാം ഉണ്ടായിരുന്നു, എന്തെല്ലാം നഷ്ടപ്പെട്ടു പോയി. വിശുദ്ധിയോടെ ജീവിക്കുവാൻ, ദൈവത്തിൻ്റെ കൂടെ വസിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. അതിനുള്ള തീരുമാനങ്ങൾ നമുക്ക് എടുക്കാം. ഗോഡ് ബ്ലെസ് യു.